വിവരം കൂടി വരുന്നു. ചൂരൽമല ഭാഗത്ത് ഒരു കുടുംബത്തിലെ 5 പേരെ കാണാനില്ല എന്ന് പറയുന്നു. വിജിനാശുവിന്റെയും കുടുംബത്തെയുമാണ് കാണാതായത്. ആവണി എന്ന അവരുടെ ഒരു ബന്ധു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ആവണി, എന്താണ് സംഭവം? ഞങ്ങള് ഫ്രണ്ട്സാണ്. എന്റെ കൂടെ പഠിച്ചതാണ് ജിജിന. ഞങ്ങള് കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ആളെ. രാവിലെ ഫോൺ റിങ് ചെയ്തതായിട്ട് അറിഞ്ഞു. ഇപ്പൊ കുറച്ച് മീൻസ് ഉച്ച മുതൽ ആളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആളുടെ വീട് ആ ഭാഗത്താണെന്നാണ് അറിഞ്ഞത്. ആളുടെ ഫാമിലിയിൽ ജിജിനയ്ക്ക് 2 ബ്രദേഴ്സും അച്ഛനും അമ്മയും ഉണ്ട്. അവരെ പറ്റി ഒരു വിവരവും ഇല്ല. ഫോട്ടോ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ആ കുടുംബത്തിന്റെ. അവനെ അപ്പോൾ ഇവരോട് നേരത്തെ സംസാരിച്ചപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? ഇല്ല 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 അവരെ റിങ് ചെയ്തിട്ടേ ഉള്ളൂ. ഫോൺ റിങ് ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ കോൾ എടുക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നേരിൽ സംസാരിക്കുക എപ്പോഴാണ്? ലാസ്റ്റ് എപ്പോഴെങ്കിലും സംസാരിച്ചത് എപ്പോഴായിരുന്നു? ഇല്ല 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 ഒന്നും സംസാരിച്ചിട്ടുണ്ടായില്ല. ഇവരെ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ സംഭവം അറിഞ്ഞ ശേഷം കോൺടാക്ട് ചെയ്ത് നോക്കിയാണല്ലേ? അതെ അതെ. മറ്റെവിടെയെങ്കിലും അന്വേഷിച്ചിരുന്നു അതുപോലെ ക്യാമ്പുകളിലേക്ക്? അന്വേഷിച്ചു. ക്യാമ്പുകളിലും അതേപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിലും അറിയുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ ഫോട്ടോയും ഒക്കെ കൊടുത്ത് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു അപ്ഡേറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് കാരണമാണ് ഞങ്ങള് ഈ ചൂരൽമലയിലെ കറക്റ്റ് എക്സാക്ട്ലി ഇവിടെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയോ? ഒരു ലാൻഡ് മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ല, ഈ ഒരു ഭാഗത്താണെന്ന് മാത്രമേ അറിയുള്ളൂ. അത് ശരി. കറക്റ്റ് ലൊക്കേഷൻ ആയിട്ട് അറിയത്തില്ല. അവിടെ ഇപ്പോൾ ഈ ക്യാമ്പുകളിലൊക്കെ നിങ്ങൾ അന്വേഷിച്ചു എന്നാണോ പറഞ്ഞേ? എങ്ങനെ? ഈ ക്യാമ്പുകളിലൊക്കെ എല്ലാ ക്യാമ്പുകളിലും പരമാവധി അന്വേഷിച്ചു എന്നാണോ പറഞ്ഞത്? അതെ, ഞങ്ങൾ അവിടെ അറിയുന്ന ക്യാമ്പുകളിലും അതേപോലെ ഞാൻ മേപ്പാടി പഠിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലും ഒക്കെ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു അപ്ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഈ കുടുംബത്തിലെ ആരുടെ കുറിച്ചും വിവരമില്ല എന്നാണല്ലേ? ഇല്ല ഇല്ല ഇല്ല. ശരി ശരി. അപ്പോൾ എന്തായാലും ഈ വാർത്ത കാണുന്ന ആൾക്കാരിലേക്ക് കൂടി നമ്മൾ ഈ വിവരം അറിയിക്കുകയാണ്. ചൂരൽമല ഭാഗത്താണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിജിനയും കുടുംബവും താമസിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ അപകടം നടന്ന ശേഷം, ഈ ദുരന്തം നടന്ന ശേഷം ഇവരെക്കുറിച്ച് വിവരങ്ങളില്ല എന്നിപ്പോൾ ഈ വാർത്ത നമ്മോട് പങ്കുവച്ചത് ആവണി എന്ന വിജിനയുടെ സുഹൃത്താണ്. ഇവരെക്കുറിച്ച് വിവരങ്ങളില്ല, ക്യാമ്പുകളിലൊക്കെ പരമാവധി അന്വേഷിച്ചെങ്കിലും വിവരങ്ങളൊന്നും കിട്ടിയില്ല എന്നാണ് ആവണി ഇപ്പോൾ നമുക്ക് പങ്കുവച്ച വിവരം. അപ്പോൾ അധികൃതർ ശ്രദ്ധിക്കുക. ഒപ്പം നമ്മുടെ പ്രവർത്തകരുമുണ്ട് ഗ്രൗണ്ടിൽ, അവരും ഈ കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ, ഏതെങ്കിലും ക്യാമ്പിൽ ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുകയാണെങ്കിൽ അതുകൂടി ഒന്ന് നമ്മളോട് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഇതുപോലെ നിരവധി ആളുകൾ, അവർക്ക് വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, അവരെ ഈ ദുരന്തഭൂമിയിൽ അവരെ വിളിച്ചു കിട്ടാത്തവർ, അങ്ങനെയുള്ളവർ അവിടെയുള്ള സമീപത്ത് ആശുപത്രികളിലും ക്യാമ്പുകളിലും അവിടെ ഒറ്റപ്പെട്ടവരുണ്ടോ, അവരുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് അന്വേഷിച്ചെത്തുന്ന സങ്കടകരമായ കാഴ്ചകൾ കൂടി അവിടെ കാണാനാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, ഈ സമാനതകളില്ലാത്തൊരു ദുരന്തം, അതായത് 2 മേഖലകളുടെ ജിയോഗ്രഫി, ഭൂപ്രദേശം ആകെ മാറ്റിയിരിക്കുന്ന ഒരു ദുരന്തം, അതിൻ്റെ വ്യാപ്തി അത് എത്രത്തോളമാണെന്ന് ഇപ്പോൾ ഈ മുണ്ടക്കയത്ത് നിന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്യാമ്പുകളിലും ആശുപത്രികളിലും എത്തിയവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഒരേ മുറിയിൽ കിടന്നവർ, ഒന്നിച്ച് കിടന്നവർ, അതിൽ ഒരാളില്ലാതാകുന്നു, മറ്റൊരാൾ രക്ഷപ്പെടുന്നു. ഇപ്പോൾ ജീവനോടെ തിരിച്ചെത്തിയതിൻ്റെ ആശ്വാസത്തിലും ആ ഉറ്റവരുടെ വിടവ് എല്ലാം, ഈ ഒരു ആയുഷ്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അതെല്ലാം അവരെ അങ്ങേയറ്റം മാനസികമായി അലട്ടുന്നു, വേദനിപ്പിക്കുന്നു. അങ്ങനെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ, ഹൃദയം നുറുങ്ങുന്ന പ്രതികരണങ്ങൾ, അതാണ് അവിടെ നിന്ന് നമുക്ക് കാണാനാകുന്നത്, കേൾക്കാനാകുന്നത്. ഇപ്പോൾ രാഹുൽ സുരേഷ് ഈ മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHCയിൽ ചേരുന്നു. രാഹുൽ, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുണ്ടക്കയത്ത് നിന്ന് 13 മണിക്കൂർ ശേഷമാണ് രക്ഷാപ്രവർത്തനം തുടർന്നത്. അവിടെ നിന്നുള്ള ചേതനയറ്റ മൃതശരീരങ്ങൾ അടക്കം ഇപ്പോൾ അവിടെ പൂർണ്ണമായും എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? നേരത്തെ കണ്ടൊരു കാഴ്ചയുണ്ട്, ഈ അതായത് മറ്റ് ജില്ലകളിൽ നിന്നടക്കം അവരുടെ പ്രിയപ്പെട്ടവർ ആശുപത്രികളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നവരടക്കം, അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടോ രാഹുൽ? സുഹൈൽ, നിലവിൽ അവിടെ കണ്ടെത്തിയിട്ടുള്ള 10ലധികം മൃതദേഹങ്ങൾ കൂടി മേപ്പാടിയിലെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുണ്ട്. അത് ആംബുലൻസിന്റെ സഹായത്തോടെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ ആ മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം അത് ഫ്രീസറിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ മറ്റൊരു പ്രതിസന്ധിയായി ഉള്ളത്, ഇതിൽ നിലമ്പൂരിൽ 30ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള മൃതദേഹങ്ങൾ അവിടെ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇവിടെ നിരവധി ബന്ധുക്കൾ അവിടെയുള്ള ആ മൃതദേഹം തിരിച്ചറിയാൻ ഒരു സാഹചര്യം, ഒരു സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുന്നുണ്ട്. കാരണം ഇവിടുന്ന് 100ലധികം കിലോമീറ്റർ ഉണ്ട് നിലമ്പൂരിലേക്ക്. അവിടെ എത്തി മൃതദേഹം കണ്ടെത്തി തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് ആ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കണം. അപകടം നടന്നത് മേപ്പാടിക്ക് സമീപമാണ്. അതുകൊണ്ട് ആ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കണമെന്നൊരാവശ്യം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ
അതിൽ ആരോഗ്യവകുപ്പ് പറയുന്നത് ആരോഗ്യവകുപ്പിന്റെ ഉന്നതതലത്തിൽ നിന്നും അതിന് ഒരു അനുമതി ലഭിക്കണം, എങ്കിൽ മാത്രമേ അത്തരം നടപടിയിലേക്ക് കടക്കാനാകൂ എന്നാണ് പറയുന്നത്. നമ്മളോട് സംസാരിച്ച ആവണി പറഞ്ഞത് ആവണിയുടെ സുഹൃത്തിനെ കാണാനില്ല എന്നാണ്. അതുപോലെ ആവണിയെ പോലെ നൂറുകണക്കിന് ആളുകളാണ് നമ്മളിപ്പോൾ ഉള്ള ഈ മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 400-ലധികം ആളുകളെ കാണാനില്ല എന്നാണ് 400-ലധികം ആളുകളെ കാണാനില്ല എന്ന് ഇവിടുത്തെ ഈ ആശുപത്രിയിൽ മാത്രം ഉള്ള കണക്കിൽ പറയുന്നുണ്ട്. അതുപോലെ നൂറുകണക്കിന് ആളുകളാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കാണാമറയത്ത് തുടരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സംഖ്യ 130-ലേക്ക് കടക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തകൾ കൂടി ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. സുസൈൽ, എന്താണെങ്കിലും ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴയാണ് ഈ നിമിഷം ഇപ്പോൾ ഈ മേപ്പാടിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും മേപ്പാടിയിലെ ജനങ്ങൾ ഒരാശങ്കയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി മഴ കനത്തിട്ടുണ്ടെങ്കിൽ തോടുകളിൽ ഉൾപ്പെടെ വീണ്ടും ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് അല്പം ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും വയനാട് പോകുന്നു. ശരി രാഹുൽ, എന്തായാലും അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ മഴ ശക്തമായി തന്നെ ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളത്.